എറണാകുളം കിഴക്കമ്പലം മലയിടം തുരുത്ത് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതിഷേധം. സുപ്രീംകോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടിയൊഴിപ്പിക്കലിനെത്താനിരിക്കെയാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം. 7 പട്ടികജാതി കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലുള്ളത്. റഫീഖാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റഫീഖ്, എന്തിനാണ് ഇവരെ കുടിയൊഴിപ്പിക്കുന്നത്? അവിടെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ടോ? നൗഫലെ, വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷനും വലിയ 150-ലധികം പോലീസ് സന്നാഹങ്ങളും ആംബുലൻസും JCBയും എല്ലാം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും തങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകില്ല എന്നാണ് ഇവർ അറിയിക്കുന്നത്. ഇത് 15ാമത്തെ തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഇവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി എത്തുന്നത്. നേരത്തെ ഒരു 60 വർഷം പഴക്കമുള്ളൊരു കേസാണ്. കേസിന്റെ വിധി 4 വർഷം മുമ്പാണ് വന്നത്. ഈ 4 വർഷം മുമ്പ് വന്നതിന് ശേഷം 7 പട്ടികജാതി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതോടൊപ്പം മറ്റൊരു കുടുംബം കൂടി 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസും ബാക്കി റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. അതേസമയം CPMന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിക്കുന്നത്. ഈ കോളനിയിലേക്ക് കയറുന്ന ഭാഗത്ത് പന്തൽ കെട്ടി എഴുതുന്നുണ്ട്. ഒരു കാരണവശാലും തങ്ങൾ പോലീസിനെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ കൂടെ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തി തന്റെ ഭൂമിയാണ് ഈ 7 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ കേസിൽ 4 വർഷം മുമ്പാണ് വിധി വന്നത്. 58 വർഷം മുമ്പാണ് കേസ് കൊടുത്തത്. ഈ കേസ് കൊടുത്തവരും എതിർകക്ഷികളും മരണപ്പെട്ടിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി വിധി വരികയും സുപ്രീം കോടതി തന്നെ അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിക്കുകയുമായിരുന്നു. 2 ഏക്കർ 65 സെന്റ് ഭൂമിയാണ് ഇപ്പോൾ ഇവിടെ സുപ്രീം കോടതി അളന്ന് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. അതായത് സ്വകാര്യ വ്യക്തി അയാളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഭൂമിയാണ്. അതിൽ വിധി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ച് വന്നിരുന്ന ഈ കുടുംബങ്ങളെ അവിടെ കുടിയൊഴിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു. അവർ കുടിയൊഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധത്തിലാണ്, അല്ലേ? അതെ, അവർ കുടിയേറിയില്ല. മാത്രമല്ല സർക്കാർ മറ്റൊരു താമസ സൗകര്യങ്ങൾ ഒരുക്കുക മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ തങ്ങളെ ഇറക്കി വിടുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. UDF സർക്കാരിനെ സംബന്ധിച്ചും ആദ്യത്തെ വലിയ പരീക്ഷണമായി ഇത് മാറുകയാണ്. പോലീസിനെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ആദ്യത്തെ ദിവസം തന്നെ ഇത്തരത്തിൽ പോലീസ് നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധമുണ്ടാവും. ഇപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം കിഴക്കമ്പലത്ത് മലയിടം തുരുത്ത് ഉന്നതിയിലാണ് കുടിയൊഴിപ്പിക്കലിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നത്. സുപ്രീംകോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനാണ് കുടിയൊഴിപ്പിക്കലിന് എത്തുന്നത്. അത് എത്തുന്ന മുറയ്ക്ക് കുടിയൊഴിപ്പിക്കൽ നടക്കും. പക്ഷേ പ്രദേശവാസികൾ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. 7 പട്ടികജാതി കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. വിവരങ്ങളാണ് റഫീഖ് നൽകിയത്.